ഗായ്സ് വെൽക്കം ടു സാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചായി നമ്മൾ കണ്ടിട്ട് ഇനി അങ്ങോട്ട് ഡെയിലി നമ്മൾ സജീവമായിട്ടുണ്ടാവും. എന്താ വെച്ചാൽ ഒരു എക്സാമും കാര്യങ്ങളുണ്ടായിരുന്നു. എന്താണ് എക്സാം എന്ന് വെച്ചാൽ ഞാൻ പുറത്ത് പഠിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു മെഡിക്കൽ എക്സാം ഉണ്ട്, ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേഷൻ എക്സാം. അപ്പോൾ അതിൻ്റെ തിരക്ക് കഴിഞ്ഞ് ജൂലൈയിൽ ഞാൻ എഴുതാൻ റെഡി ആയിരുന്നതാണ്. പക്ഷെ ഒരു പേപ്പറും കാര്യങ്ങളും മീൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് പിന്നെ അത് ഡിസംബറിലേക്ക് മാറിയതാണ്. പക്ഷേ എഴുതിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ദുആ ഉണ്ടാവണം. ഒരു 8 ദിവസത്തിനുള്ളിൽ റിസൾട്ട് ഉണ്ടാവും. ഗുഡാണെങ്കിൽ ബാഡാണെങ്കിൽ നിങ്ങളെ അറിയിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെയാണ് അപ്ഡേറ്റ് കുറച്ചത്. എന്നാലും ഞാൻ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങളോട് സംസാരിക്കലുണ്ട്. മാക്സിമം ചെറുങ്ങനെയെങ്കിലും പബ്ലിക് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യലുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം, അതായത് തിങ്കളാഴ്ച എന്ന് തോന്നുന്നു, നമ്മൾ 89,100 എന്ന് പറയുന്ന 90K ഡാർക്ക് ഡേ ആയിരുന്നു അന്ന്. പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ എല്ലാം ആൾട്ടിന് തന്നെ നല്ല ലോ ഉണ്ടായിരുന്നു. അതുപോലെ BTCയും നല്ല രീതിയിൽ. പക്ഷെ അവിടെ നൽകിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ കുറച്ചായി പറഞ്ഞ 91-ൻ്റെയും ഈ 91K 93K എന്ന് പറഞ്ഞ സ്ട്രോങ് സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞെടുത്ത് 91-ൻ്റെയും 100-ൻ്റെ ഇടയിൽ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യുന്ന ഇടയിലാണ് അടുത്ത മൂവ്മെൻറ്റിന് സ്ട്രോങ് ഉണ്ടാവുക. അതിനെക്കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ആ സമയത്ത് നമുക്കറിയാം, ഒരു 89-ൽ പോയി കഴിഞ്ഞ് സഡൻ 1970-ലേക്കുള്ള ഗ്രോത്ത് നമ്മൾ കണ്ടു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇതാ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് വീഡിയോകളായിട്ട് മുന്നറിയിപ്പായിട്ടും പല വീഡിയോകളായിട്ട് ഞാൻ പറഞ്ഞു. അന്നേരം കുറച്ച് ആൾക്കാർ അതിൽ കമൻറ്റ് കണ്ടിരുന്നു, പുതിയ കാര്യങ്ങൾ പറയുന്നു. പുതിയ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല മാർക്കറ്റിൽ സംഭവിക്കുന്നത് നമ്മൾ അനുഭവിച്ചതും പഴയതായ റിപ്പീറ്റേഷനും കൂടിയാണ്. നമ്മൾ പുതുതായി അല്ലെങ്കിൽ പഴയ കാര്യമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടി ഒരു തിരിഞ്ഞോട്ട് നടത്തിയാൽ മാർക്കറ്റ് എളുപ്പമായിരിക്കും. നമ്മൾ കണ്ടതാണ്, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ചില സമയത്ത് വെയിൽസ് മാനിപ്പുലേറ്റ് ചെയ്യും. ആ മാനിപ്പുലേഷൻ്റെ ഉദാഹരണമാണ് 89,100 എന്ന് പറഞ്ഞ ബിലോ 90K. അവിടുന്ന് എത്ര ആൾക്കാർ സെൽ ഓഫ് ചെയ്തിട്ടുണ്ടാവും, എത്ര ആൾക്കാർ ലോങ് ലിക്വിഡേറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ല എത്ര ആൾക്കാർ ഷോർട്ട് ഓപ്ഷനിലേക്ക് പോയിട്ടുണ്ടാവും. അവിടെ നിന്നാണ് 1970-ലേക്ക് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടായത്. പുതിയ കാര്യങ്ങളൊന്നും മാർക്കറ്റിൽ നടക്കുന്നില്ല. പഴയ കാര്യങ്ങൾ, അതായത് മൾട്ടി വീക്ക്. നമുക്ക് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചെന്ന് പറഞ്ഞാൽ, എന്താണ് ഈ കഴിഞ്ഞ 89K ഫസ്റ്റ് റീട്രേസ് പെടുമെന്ന് വെച്ചാൽ, എല്ലാം ഫസ്റ്റ് റീട്രേസ് തന്നെ പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഫസ്റ്റ് റീട്രേസ് എന്ന് പറയുന്ന കാലയളവ് ഒരു 3-4 ആഴ്ച ഉണ്ടായിരുന്നു. 25% ഡൗൺ ഉണ്ടായിരുന്നെങ്കിൽ പോലും കാലയളവ് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് 6-ാമത്തെ 7-ാമത്തെ 8 ഇപ്പോൾ 9 10 ഇപ്പോൾ ഒരു ഏകദേശം ഒരു 5 വീക്ക് ഗ്യാപ്പ് ഈ കാലയളവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്ന് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇതാണ് ഒരു ബുൾ മാർക്കറ്റിൻ്റെ ഫേസ്. ഈ ഫസ്റ്റ് റീട്രേസ് ഫേസിലേക്ക് കൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഇനി വരുന്ന ഇപ്പോൾ ഈ മാർക്കറ്റ് ഇവിടുന്ന് നമ്മൾ ഒരു അടുത്ത ലെവലിലേക്ക് പോകുന്ന കാണുമല്ലോ, അതിനുശേഷം വരുന്ന കറക്ഷൻ പീരീഡൊന്നും നമുക്ക് സംബന്ധിച്ചിടത്തോളം റിസ്ക് റേഷ്യോ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബുക്ക് ചെയ്യുന്ന പീരീഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ ഈ ബുൾ മാർക്കറ്റിലെ പ്രോഫിറ്റ് എന്നാൽ ചില ആൾക്കാർ ചോദിക്കും, ആൾട്ടൊക്കെ സ്റ്റിൽ ഈ സമയത്ത് നിങ്ങൾ റീഗെയിൻ ചെയ്യുന്ന കാണുന്നില്ല. ഇപ്പോൾ ആൾട്ട് കോയിൻ എന്ന് പറയുന്നത് ഒരു 300 അല്ലെങ്കിൽ 250 ബില്യണിലേക്ക് ഉള്ളത്. പക്ഷേ ഒരു മാസം മുമ്പ് 400 ബില്യണിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ അടുത്ത ഗ്രോത്ത് ചിലപ്പോൾ നല്ല ഗ്രോത്ത് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മുടെ ഉള്ളിലുണ്ടാവണം. നമ്മുടെ ഈ ബുക്ക് ചെയ്യുന്ന പീരീഡ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് വേണം മൂവ്മെൻറ്റ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ കോടീശ്വരനല്ല, പ്രോഫിറ്റാണ് എയിം. അത് മനസ്സിലാക്കി കുറേ ആൾക്കാർ ഹെവി ലിവറേജിനെ കുറിച്ച് ഞാൻ പറഞ്ഞതൊക്കെ ഇങ്ങനെയാണ്. അതൊക്കെ ഈ പറയുന്ന വെയിൽസിൻ്റെ കളികൾ ലിക്വിഡേറ്റ് ആക്കി പോകുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുൾ മാർക്കറ്റിൽ ചെറിയ ലിവറേജും അല്ലെങ്കിൽ സ്പോട്ട് ഓപ്ഷൻസും നോക്കി അടിപൊളിയാണ്. കാരണം നമുക്കറിയാം, ഇതെന്തായാലും എത്ര കുറഞ്ഞാൽ തന്നെ ഒരു ബുൾ മാർക്കറ്റ് ഫേസിലാണ്. അങ്ങനെ നമ്മളൊരു സ്ട്രോങ് മൈൻഡ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ BTC 97K ലോങ് ഇട്ട്, സെക്കൻഡ് എൻട്രി എന്നിട്ട് ഒരു 89,300 ഇട്ട്, എന്നിട്ട് നമ്മൾ പറഞ്ഞത് SL ഒരു കാര്യം ചെയ്യുക, 80-ൻ്റെ അടിയിലൊക്കെ 3x $1,000 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ ഗുണം ചെയ്ത് കറക്റ്റ് 89 കയറി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവമുണ്ട്. ഇപ്പോൾ കറൻ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് 91-ൻ്റെയും 100-ൻ്റെ ഇടയിൽ കൺസോൾട്ടേഷൻ. ഈ പറയുന്ന 97-ൻ്റെ അവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്താൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം 100Kൻ്റെ അടുത്താണ്. അത് ബ്രേക്ക് ചെയ്താൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അടുത്ത ലെഗപ്പാണ്. അത് വരെ എന്ത് ചെയ്യപ്പെടും, ഈ പറയുന്ന 91-ൻ്റെയും 100Kൻ്റെ ഇടയിലുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാനിപ്പോൾ അൾട്ടിമേറ്റ് എല്ലാ വിഷയം പെടും. നിങ്ങൾ ചിന്തിക്കുക, 100Kയിൽ സമയത്ത് വന്ന ഷിബ് വാങ്ങാൻ വന്ന എത്ര ആൾക്കാർ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്, എത്ര ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്, ആരും മിണ്ടുന്നില്ല. അതാണ് പ്രശ്നം. അതാണ് ഈ ഫസ്റ്റ് റീട്രേസിൻ്റെ പ്രശ്നം. എന്നിട്ട് പിന്നെ അടുത്ത ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ അവർ വീണ്ടും സജീവമാവും. എന്നിട്ട് സെക്കൻഡ് റീട്രേസ് വരുമ്പോൾ പ്രശ്നമില്ല, നമ്മൾ ഡയമണ്ട് ഹാൻഡാണ് അല്ലെങ്കിൽ പേടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ തേർഡ് റീട്രേസ് വരുമ്പോഴാണ് അവർ പറയുന്നത്, ഞാൻ ഒരിക്കലും വിൽക്കൂല, നമ്മൾ ഈ ഡിപ്പ് കുറേ ഡിപ്പ് കണ്ടതാണ്, അതുകൊണ്ട് നമുക്ക് അറിയാമെന്നുള്ള ആറ്റിറ്റ്യൂഡിൽ വരും ബിയർ മാർക്കറ്റിലേക്ക് പോകും. നമുക്കത് ഉണ്ടാവാനേ പാടില്ല. നമ്മുടെ ഗ്രൂപ്പിന് അത് ഉണ്ടാവാനേ പാടില്ല. ഒരു മെമ്പേഴ്സിനും അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടാവാൻ പാടില്ല. അതും കൂടി ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഡെയിലി നിങ്ങളുടെ അടുത്തേക്ക് വീഡിയോ വരും.
അതിന് കണ്ടന്റ് പബ്ലിക് ഗ്രൂപ്പിൽ പറയുമ്പോൾ സിറ്റുവേഷൻ അനുസരിച്ചുള്ള കണ്ടന്റൊക്കെ പബ്ലിക് ഗ്രൂപ്പ് പറയാം. പക്ഷെ നിങ്ങളോട് ഈ വിഷയത്തിൽ ഇപ്പം ടെലഗ്രാമിൽ പറയുമ്പോൾ ബാക്കിൽ ചാർട്ട് ഇട്ടിട്ട് അങ്ങനെയുള്ള സെറ്റപ്പ് ഒന്നും നടക്കുന്ന കേസല്ല. നമ്മൾ നിങ്ങളോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കും. ചാർട്ട് മറ്റ് പരിപാടിയൊക്കെ പബ്ലിക് ഗ്രൂപ്പിൽ, അത് എക്സ്പെക്ട് ചെയ്യുക. ഇനി ഞാൻ ഡെയിലി നിങ്ങളുടെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഡെയിലി ഓർമ്മിപ്പിക്കലാണ്. ഓരോ സാഹചര്യവും നമ്മൾ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ സെയിം കണ്ടന്റ് ആയിരിക്കും, ചിലപ്പോൾ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ അനുസരിച്ച്. ഉദാഹരണത്തിന് ജാനുവരി 20 ട്രംപ് വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള സംഭവങ്ങളായിരിക്കും. ട്രംപ് വന്നതിന് ശേഷം ഈ ഫെഡറൽ റിസർവിനെ കുറിച്ച് ട്രംപിൻ്റെ എയിം, ഇപ്പോൾ എക്സ്ആർപിനെ കുറിച്ച് ഞാൻ നിരന്തരം വീഡിയോകൾ ഇട്ടിരുന്നു. എക്സ്ആർപിൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞ് അത് ഞാൻ നിങ്ങളോട് ആ വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം, ലാസ്റ്റ് എക്സ്ആർപിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ എക്സ്ആർപിയുടെ ഗ്രോത്തും സ്ട്രെങ്ത്തും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അതുപോലെ നമ്മൾ ഈ പറയുന്ന പുതിയ ഫെഡിൻ്റെ ചെയർമാൻ ഗാരി പോയിട്ട് പുതിയ ആൾക്കാർ വരും. ഫെഡറൽ റിസർവിനെ കുറിച്ച് ഗാരി തന്നെ ഇന്ന് പറയുന്നുണ്ട്. എന്ത് പറഞ്ഞാലും കുറച്ച് നാൾ കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ കുറച്ചും കൂടി സെറ്റ് ആവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് ഗാരി വരെ പറയേണ്ട സിറ്റുവേഷൻ എത്തി. അപ്പം അങ്ങനെയുള്ള അപ്ഡേറ്റ്സുകളായിരിക്കും ഉണ്ടാവുക. അതിനനുസരിച്ച് നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. കാരണം നമ്മൾ ഡിപ്പുള്ള സമയത്ത് നമുക്ക് ഇനിയും നമ്മൾ മറന്നുപോകും. പുതിയ അപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ 89K അന്ന് സ്ട്രഗിൾ അനുഭവിച്ചതെല്ലാം നമ്മൾ മറന്നുപോകും. ഇപ്പോൾ ഡോജിൻ്റെ സ്ട്രോങ് നോക്കി, ഇത്രയും ഡിപ്പിൻ്റെ അടുക്ക് ഡോജ് നമുക്ക് അന്ന് കിട്ടിയ 0.3 ഞാൻ പറഞ്ഞ ഏരിയ ഉണ്ട്, 0.27, 0.33, പിന്നെ 0.24 കിട്ടാൻ സാധ്യത കുറവാണ്. 0.27 യൂട്ടിലൈസ് ചെയ്യണമെന്ന് പബ്ലിക് ഗ്രൂപ്പിൽ നിരന്തരം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഡിപ്പിലടക്കം നമുക്ക് 0.33 ബിലോ പോകാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ആ സമയത്ത് തന്നെ നല്ല വെയിൽസ് അക്യുമുലേറ്റേഷൻ നടത്തിക്കൊണ്ടാണ്. നമുക്ക് അവസരം വെയിൽസിന് വേണ്ട ഏരിയ വെയിൽസ് പിടിക്കുന്നുണ്ട്, നമുക്ക് വേണ്ട ഏരിയ നമ്മൾ പിടിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ഇമ്പോർട്ടൻസ് ആയി നോക്കേണ്ടത്. സിസ്റ്റമാറ്റിക്കായി മൂവ് ചെയ്യുക. അൾട്ടിമേറ്റ് എയിം ബുൾ മാർക്കറ്റ് പീക്ക് ലക്ഷ്യം വെക്കുക. അതിൻ്റെ ഒരു 2 മാസം മുമ്പ് നമ്മൾ ഒഴിയുമെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളോട് ഡേറ്റിൻ്റെ കഥയൊക്കെ കഴിഞ്ഞാൽ പറഞ്ഞിരുന്നു. നമ്മൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യുക. ഓരോ ബുൾ മാർക്കറ്റിൽ ഇല്ലപോലെ തന്നെ ബാഡ് ന്യൂസുകൾ ഫ്ലഷ് ചെയ്യപ്പെടും. ഡിപ്പിൻ്റെ സമയത്ത് മാർക്കറ്റ് അപ്പാവുന്ന സമയത്ത് മാരണമാസ് ഗുഡ് ന്യൂസും വരും. അതൊക്കെ മനസ്സിലാക്കി പേ ചെയ്യുക. പിന്നെന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ചെറിയ 3x ലിവറേജ് ഇട്ടിട്ട് വലിയ എയിം ചെയ്ത് വെക്കുന്നവരൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ലിക്വിഡേഷൻ പോയിന്റ് ഒക്കെ വളരെയധികം. അതെങ്ങനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് $100 ഇട്ടതിന് ശേഷം ആ 100 ട്രേഡിലിടല്ല വേണ്ടത്. ക്രോസിൽ ഇടുന്നവർ എന്ത് ചെയ്യുക, അതിലൊരു $30 ഇട്ട് 70 അവിടെ വെച്ചാൽ ലിക്വിഡേഷൻ പോയിന്റ് ഒക്കെ വളരെ ഡൗൺ ആക്കി വെക്കാൻ പറ്റും. അങ്ങനെ വേണം ചെയ്യാൻ. ആ രീതിയിലായിരിക്കണം നമ്മുടെ ഡീൽ. അല്ലാണ്ട് ചില ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു ചങ്ങായി ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചെന്ന് പറഞ്ഞാൽ $20,000 മൂപ്പ എത്രയോ $10,000 ആയിട്ട്, പക്ഷെ ലിക്വിഡേഷൻ പോയിന്റ് കിട്ടുന്നില്ല. എന്തുകൊണ്ട്? ആ 10,000 ട്രേഡിലിട്ട്. അങ്ങനെയല്ല, ആ $10,000 ഇല്ലോ ഒരു 1,000 അല്ലെങ്കിൽ $3,000 ട്രേഡിന് ഇട്ടില്ലെങ്കിൽ അവനെ ലിക്വിഡേഷൻ പോയിന്റ് ഒന്നും ഒരിക്കലും എത്താൻ പോകുന്നില്ല. അപ്പം അങ്ങനെയുള്ള സെറ്റപ്പ് ആയിരിക്കണം. പിന്നെ ബൈബിറ്റിൻ്റെ ഇതും പറഞ്ഞിരുന്നു. ബൈബിറ്റും ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മളറിയാം ബിനാൻസ്, കുക്കോയിൻ പോലുള്ള എക്സ്ചേഞ്ച് ഇന്ത്യ ഓൾറെഡി റെഗുലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ബൈബിറ്റും അതിൻ്റെ പാത്ത് വേ സ്വീകരിക്കാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് മാത്രം കരുതുക. അപ്പോൾ അതിനനുസരിച്ച് വിഡ്രോവൽ ഇപ്പോൾ നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെയാണ് അവർ അപ്ഡേറ്റ് ചെയ്തതും. അതുപോലെ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കറൻറ്റ്ലി ബിനാൻസ് ബൈബിറ്റിൽ പോലുള്ള ബിനാൻസിലേക്ക് മാറ്റുന്ന രീതിയിലേക്ക് പോവുക. പിന്നെ ലോങ് ടേം ഹ്യൂജ് എമൗണ്ട് ഹോൾഡ് ചെയ്യുന്ന ഒരുപാടുണ്ട്. അവരൊക്കെ ട്രസ്റ്റ് വാലറ്റിൽ ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങളുടെ വാലറ്റ് ഫ്രൈസുകൾ മറക്കാതിരിക്കുക. അത് ശ്രദ്ധയോടെ കീപ്പ് ചെയ്യുക. നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.